ലക്കടി സ്വകാര്യ റിസോർട്ടിന് സമീപം മാവോവാദികളും തണ്ടർബോൾട്ടും തമ്മിൽ നടന്ന വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വേൽമുരുകൻ എന്ന മാവോവാദി നേതാവ് കൊല്ലപ്പെട്ടുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസി നൽകുന്ന വിവരം. എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ബുധനാഴ്ച രാത്രി 9:30 സംഭവം നടന്നത്. ആയുധധാരികളായ 3 മാവോവാദികളാണ് റിസോർട്ടിന് സമീപം എത്തിയത്. ബുധനാഴ്ച രാത്രി മാവോവാദികൾ എത്തും എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും തണ്ടർബോൾട്ടും പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. രാത്രി 9 മണിയോടെ റിസോർട്ടിന് സമീപത്ത് മാവോവാദികൾ എത്തുകയും റിസോർട്ട് ജീവനക്കാരോട് പണവും 10 പേർക്കുള്ള ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. റിസോർട്ട് ജീവനക്കാർ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസും മാവോയിസ്റ്റ് സംഘവും നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. തുടർന്ന് നേർക്കുനേർ വെടിവയ്പുണ്ടായി. വൈകാതെ തണ്ടർബോൾട്ട് സേനയും സ്ഥലത്തെത്തി. സമീപത്തെ കാട്ടിലേക്ക് ചിതറിയോടിയ മാവോയിസ്റ്റുകൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. രാത്രി വൈകിയും വെടിവെച്ചുകൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പ്രദേശത്ത് പോലീസും തണ്ടർബോൾട്ടും തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മാവോവാദികൾ സമീപത്തെ കാട്ടിനുള്ളിലേക്ക് കടക്കുകയും അവിടെ വെച്ച് വേൽമുരുകൻ കൊല്ലപ്പെടുകയുമാണ് ചെയ്തതെന്ന് കരുതപ്പെടുന്നു. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ മുൻപും സായുധധാരികളായ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വൈത്തിരി, സുഗന്ധഗിരി, അമ്പ തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങൾക്ക് മുൻപേ മാവോവാദികൾ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പോലീസും മാവോവാദികളും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയത് 2014 ഡിസംബറിലാണ്. ഇവർക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കണ്ടെത്താനായിരുന്നില്ല. അന്ന് വനത്തിലേക്ക് കടന്ന മാവോവാദികൾക്കായി പോലീസ് തണ്ടർബോൾട്ടും ആന്റി നക്സൽ സ്ക്വാഡും ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം മണ്ഡലത്തെ പോലീസുകാരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാവോവാദികൾ പോലീസിനെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പോലീസ് ഓഫീസറുടെ ബൈക്ക് കത്തിച്ചാണ് അന്ന് മാവോവാദികൾ മടങ്ങിയത്. സംഘത്തിൽ രൂപേഷ് ഉൾപ്പെടെയുള്ള മാവോവാദി നേതാക്കൾ ഉണ്ടായിരുന്നതായി പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെത്തിയ മാവോവാദികൾ സുരക്ഷാ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുകയും മാവോവാദി അനുകൂല പോസ്റ്റുകൾ പതിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പൊഴുതന സേട്ടുകുന്നിൽ വീണ്ടും മാവോവാദികൾ എത്തുകയും സമീപത്തെ വീട്ടിൽ കട്ടൻ ചായ വാങ്ങി മടങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ സുരക്ഷ ശക്തമാക്കാനായി പോലീസ് സുഗന്ധഗിരിയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നിരുന്നു. ഇന്നലെയുണ്ടായ വെടിവയ്പിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. റോഡിനിരുവശവും റിസോർട്ടിലും തണ്ടർബോൾട്ട് മാവോയിസ്റ്റുകളെ തേടുകയായിരുന്നു. സമീപത്തെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും പോലീസ് കാവലേർപ്പെടുത്തി. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു. തൊട്ടടുത്തുള്ള സുഗന്ധഗിരി കുന്നിലെ ആദിവാസി കോളനിയിലാണ് മാവോയിസ്റ്റുകൾ എത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. എന്തായാലും മാവോയിസ്റ്റുകൾക്കുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.